ஹலோ கைஸ் வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம எக்ஸோ மூவி சீன் 2 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். இதுக்கு முன்னாடி சீன் 1 ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக போய் செக் பண்ணி பாருங்க. ஒரு வினித் வந்து காமிக்கிறாங்க. வினித் ரொம்ப வயசான ஆள் மாதிரி வந்து தெரியுது. எதுக்கோ என்ன விஷயம்னு சொல்லி தெரியல. வந்து ஃபாஸ்ட்டுக்கு வந்து வந்திருக்காங்க. அதுக்கப்புறம் ரெண்டாவதாக வந்து நரேன் சார் வந்து இருக்காரு. அவங்களும் வந்து என்ன ஒரு பர்பஸ்க்கு வந்து அந்த அவரு தான் நினைக்கிறேன் ஹீரோன்ட்டு நினைக்கிறேன் அந்த பையன். அவர வந்து கூட்டு போறாங்க. எதுக்கு கூட்டு போறாங்க என்னன்னு சொல்லிட்டு தெரியல. அ ஒரே எப்படி சொல்றது? அவரு அந்த ஒரு எலக்ட்ரீஷியன் இதுல ஏறி வந்து வேலை பார்த்துட்டு இருப்பாரு. லைட் லேம்ப் அந்த இது வேலை பார்த்துட்டு இருப்பாரு. அது வந்து போட்டவுனே ஒருத்தர் வந்து போவாரு. அது என்ன என்ன பர்ப்பஸ்ன்னு சொல்லி தெரியல. சீன் 2ல தான் தெரியும். ஓகே நம்ம வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள பார்த்துக்க முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம். தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். വ്യൂസ് എവിടെ നാടകം ആ പത്തനംതിട്ട ഇവിടെ വന്നിട്ട് ഇപ്പൊ ജൂണിലേക്ക് 6 മാസം அவங்க அம்மாவா? അല്ല ചേട്ടത്തി ഇങ്ങനെ ജോലിക്ക് ആളെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കള് രണ്ടും ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ടാ. അപ്പൊ ഇളയ മോനാ പരിചയക്കാരനോട് പറഞ്ഞത് ജോലിക്ക് ആളെ വേണം. ഈ മ്ലാത്തി ചേട്ടത്തി മലയാളത്തിലാണോ സംസാരമൊക്കെ? ഓ ചേട്ടത്തി ഇപ്പൊ മലേഷ്യന്ന് പറഞ്ഞ ഇത്രയും കൊല്ലായില്ലേ? നമ്മളെല്ലാം എന്താണ് സംസാരിക്കും? ഈ മലേഷ്യക്കും ബർമയ്ക്കും സിംഗപ്പൂരിനും ഒക്കെ ആളുകൾ കപ്പലേറതേ പണ്ട് സ്ഥിരമായിരുന്നു. തോട്ടപ്പണി, റെയിൽവേ പണി, മരപ്പണി. INA ചേരാൻ പോയത് ഒരു ഓർക്കുന്നില്ല. ചിലരെ അവിടെ നിന്ന് പെണ്ണ് കെട്ടി അവിടെ തന്നെ കൂടും. വേറെ ചിലര് വെണ്ടംപുള്ളം കൂട്ടി നാട്ടിൽ വന്ന് ഇതുപോലെ സെറ്റിലാവും. കുരിയച്ചൻ മാത്തിച്ചെടുത്ത് ഇവര് തമ്മിൽ എങ്ങനെ കണക്ഷൻ ആവുന്നത്? അല്ല അത് പറഞ്ഞിട്ടില്ല. ഇവിടെ മക്കളെ പറ്റി പറയുന്ന ചേട്ടത്തിക്ക് ഏതാണ്ട പോലെ. പിന്നെ നമ്മളിനി പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് മാസത്തിന് മണി ഓർഡർ കിട്ടുന്നുണ്ട്. നമുക്കത്രയും പോലെ. ഈ ചേട്ടത്തിക്ക് കുരിയച്ചന്റെ ലെറ്റേഴ്സ് വരാറുണ്ട്. കറസ്പോണ്ടിങ്ങായി 6 വർഷത്തിനിടെ മൊത്തം 14 തവണ ചേട്ടത്തി കുരിയച്ചന്റെ കത്തുകൾ വന്നു. നാട്ടുകാരും പോലീസും സെൻസർ ചെയ്തിട്ട് അങ്ങോട്ട് വിടാറുള്ളൂ. കണ്ടൻസോ സുഖവിവരം, മഴയുണ്ടോ വെയിലുണ്ടോ, മരുന്ന് കഴിക്കണം. ഓഫീസ് കോഡ് വെച്ച് നോക്കിയപ്പോ പലതും പല പല സ്ഥലത്തുനിന്നാ പോസ്റ്റ് ചെയ്തത് മാത്രം മനസ്സിലായി. ഇതിനു മുമ്പ് ആരെങ്കിലും പിയൂസിനെ വന്ന് കണ്ടിട്ടുണ്ടോ കുരിയച്ചനെ കുറിച്ച് അന്വേഷിക്കാൻ? പോലീസും ക്രൈംബ്രാഞ്ചൊക്കെ വന്നായിരുന്നല്ലോ. പാപ്പസാർ പോലീസ് അല്ലാതെ ആ ഞാൻ വന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു കൂട്ടര് കാണാൻ വന്നായിരുന്നു. ആളും പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ ലേശം പെശക ലൈനായിരുന്നു. കുരിയച്ചനെ കുറിച്ച് വിവരം കിട്ടുവാണെ കത്തയക്കണം എന്ന് പറഞ്ഞു കോഴിക്കോടുള്ള ഏതൊരു വാരിക അഡ്രസ് ഒക്കെ തന്നെ. മണിക്കോട് കൊണ്ട് തന്നെ വന്ന വർഗീസിന്റെ അമ്പുഭാഷന്റെ ഒക്കെ പരിചയത്തിലുള്ള ഒരു എൽദോസ് നടത്തുന്ന വാരിക, ഒരു ലോക്കൽ പബ്ലിക്കേഷൻ. നക്സൽ ലഹളകൾ അച്ചടിച്ചതിന് 71 അടച്ചു കൂട്ടിച്ചത്. നക്സൽസ് എന്തോ പിയൂസിനെ കുരിയച്ചനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാ പിയൂസ വന്നവരെ അറിയിക്കൂ. ഞാൻ പോലീസുകാരെ അറിയിക്കും. അതെന്താ? അല്ല സർക്കാർ റിവാർഡ് അനൗൺസ് ചെയ്താണല്ലേ നക്സലേറ്റാർക്ക് പിടിച്ചെടുത്തിട്ട് എനിക്ക് തന്നെ കേട്ടാ. പിന്നെ നവമാരന്റെ പെടലേക്ക് പിടിച്ചിട്ട് 3 ദിവസം എനിക്ക് കഴുത്താനൊക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ കൊടുക്കും ഞാൻ. പിന്നെ എന്തായാലും റിസ്കാ. അപ്പൊ കാശ് ഇടുന്ന റിസ്ക് അല്ലേ സാറേ നല്ല. എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഗുണമുള്ള റിസ്ക് ഞാൻ പറയട്ടെ. വിവരം കിട്ടുമ്പോ നീ അത് എനിക്കാണ് തരുന്നതെങ്കിൽ സർക്കാർ റിവാർഡിനേക്കാൾ ഒരു ശകലം കൂടെ കൂട്ടിയിട്ട് ഞാനത് പിയൂസിന് തരും. വാട്ട് യു സേ? ഇതിപ്പോ എന്താ ഒരു നേവി കളി, അതും കർണാടകത്തിൽ നിന്ന്. കുരിയച്ചൻ നേവിക്കാർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ സപ്ലൈ നടപടിണ്ടായിരുന്നു മംഗലാപുരത്ത്. പട്ടാളത്തിലൊക്കെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ നേവിയിലും കാണാതിരിക്കില്ലേ? നേവിയിൽ അങ്ങനെ സ്ക്വാഡായിട്ടൊക്കെ ഉണ്ടോ? ആ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ഉപയോഗിക്കാൻ സെറ്റപ്പ് ആയിരിക്കും. കുരിയച്ചൻ എങ്ങാനും പോലീസുകാർ ജീവനോടെ തപ്പിയെടുത്ത
നേവിക്കാരൻ എന്തോ കള്ളക്കളി പുറത്തു വരാനുണ്ട്. പാപ്പച്ചാറ് പറഞ്ഞാണ്. അപ്പൊ വരവ് ഒഫീഷ്യൽ ആവാൻ ചാൻസ് ഇല്ല. സത്യം. ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനില്ല. കേസ് എന്ന് പറഞ്ഞു. കേസ് കുരിയച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടോന്ന് എന്താ കേസ് അത്ര അറിയാം. പണി പോവും, ചിലപ്പോ അകത്തോ. വലിയ വലിയ ടീമുകളായിട്ടായിരുന്നു കുര്യച്ചനെപ്പോഴും കണക്ഷൻ. അങ്ങനെ കുറെ കാലം എല്ലാത്തിനും ഊരി പോന്നു. പക്ഷേ ഒരെണ്ണത്തെ കേസിൽ പറ്റി നാറിയ ഇതാവസ്ഥ. കൈയൊടിയെന്ന് മാത്രമല്ല, കൂടെ നിന്നവന്മാര് തന്നെ ചിലപ്പോ തീർക്കാനും പോകും. ഇനിയും വലിയ ആവശ്യക്കാർ. കുറെ നാൾ മുമ്പ് ഒരു മോഹൻ പോത്തൻ കാട് കയറിയാലും നിന്നോട് പറഞ്ഞു. മോഹൻ പുത്രൻ? നീ ഇവിടെ വരുന്നതിന് മുമ്പ് മോക്ക് ഓർമ്മയില്ലേ? അങ്ങേരും കുര്യച്ചന് വേണ്ടി തന്നെ വന്നതായിരുന്നു ഉറപ്പാണ്. നിന്റെ ഈ നേവിക്കാരന് വേണ്ടിയുള്ള CID പണിയൊക്കെ കൊള്ളാം. പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പിള്ളേരുകളെയൊക്കെ കൊടുക്കണം. മലജാതി ടീമുകളാ കറങ്ങെടുക്കുന്ന. ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. இவர்தான் அந்த பல்பை தூக்கி போட்டாரு. അല്ല, കാലത്ത് ഞാൻ കാറി കയറിയപ്പോഴേ ബൾബ് താഴെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടത്. പൊട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അത് തന്നെ. ഏത് തന്നെ? അതയാളുടെ കയ്യിൽ നിന്ന് വീണായിരിക്കും. കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടുവാണെങ്കിൽ തൊട്ട് താഴെയുള്ള പൊന്തക്കാലല്ലേ വീഴുള്ളൂ. 8 അടി മാറിയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വീഴുന്നത്? എടാ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ എന്റെ പ്രശ്നം. கையில வேணும்லாம் கீழே தான் விழுவணும். 8 அடி தள்ளியா இது யார் இது? ஓ, ചേട്ടത്തെ 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 ഡേടാ പീസേ പെറ്റു. ചേട്ടത്തെ ഇങ്ങോട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഇങ്ങോട്ടോ? ഒരാൾ ഇറക്കിറങ്ങി പോണോണ്ട് ഇങ്ങോട്ട് വേറെ വരാനാ ചോദിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് നിന്നില്ലെന്നേ. വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചിട്ടാണോ? കാണാൻ എങ്ങനെ ഇരിക്കും? ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞങ്ങൾ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. കുര്യച്ചൻ എങ്ങനെയാ ഈ നെക്സൽസിന്റെ റഡാറിൽ? സാറിന്റെ റഡാറിൽ എങ്ങനെയാ വന്നെന്ന് സാർ നീ പറഞ്ഞില്ല. മാർട്ടർ സിസ്റ്റം ആണ്. ഒന്നിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ വേണ്ടേ? ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റ് ആയി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. എന്നും വെച്ച് ഇയാൾ ഇങ്ങനെയാണെന്ന് കരുതി കിന്നാരത്തിന് വരരുത്. ഇവിടെ ഒരുത്തനെ കൂട്ടിന് കിട്ടുന്ന പ്രതീക്ഷിച്ചൊന്നും അല്ല ഞാൻ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയത്. സോ ക്വസ്റ്റ്യൻസ് വേണ്ട, ആൻസേഴ്സ് മതി. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. സർവീസിലിരുന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചതാ കുര്യച്ചനൊന്ന് പെട്ട് കാണാൻ. ഇനി സാറ് വഴിക്ക അതിന്റെ കോളങ്കില് പാപ്പച്ചൻ കൂടെ നിൽക്കും. അതിന് കമ്മീഷൻ വേണ്ട. ஐயோ, 3-4 ജില്ലകളിലായിട്ട് എസ്റ്റേറ്റും സ്വത്തും ഒക്കെ ഉണ്ട് കുര്യച്ചന്. ആ വകുപ്പിലായിരിക്കും നക്സൽസ് പിന്നാലെ കൂടിയെന്ന ആദ്യം കരുതി അല്ലേ? സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണുമല്ലോ അല്ലേ?
തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യച്ചന്റെ കുറെ അടുപ്പക്കാര് ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നാട്ടിലെ കുന്തീരടി എടുക്കുമ്പോ കുര്യച്ചൻ ഇടയ്ക്കേക്ക് അങ്ങോട്ട് ചെല്ലും ഒരു പട്ടിയും കൊണ്ട്. കുറെ പേരന്ന് നക്സൽ ലേബലകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോ ഒരു സമയം ഒരാളെ വെച്ച് ഒരു മുറിയിലോട്ട് കയറ്റിവിടും. വാതില് പുറത്തുനിന്ന് പൂട്ടും. അകത്താ കേറിയ ആളും കുര്യച്ചനും പിന്നെ പട്ടി മാത്രം. കുര്യച്ചൻ അസാധ്യ ഡോക്ടർ എന്തായിരുന്നു അറിയാലോ. പറയുന്ന എന്തും പട്ടി. അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറി കയറി അനുഭവിച്ചു. ഞാൻ ആ കാലത്ത് അവിടെ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അയ്യോ ബ്രേക്ക് പിടിക്കില്ല. ചവിട്ടങ്ങ് ടേക്കുന്നില്ലല്ലോ പാപ്പച്ച. കേബിൾ അർത്ഥ പോലുണ്ട്. അയ്യോ കൊച്ചി. അയ്യോ ഓ തന്നെ കൊണ്ടല്ലാതെ ഞാൻ എങ്ങും പോകുന്നില്ല കുര്യച്ച. കണ്ണടച്ചോ, ചില്ലി തീർക്കും. ഓ കൊച്ചി. ഓ ഓ സമ്മ. അയ്യോ രക്തം. അയ്യോ I know you're here, bastard. അയ്യോ ഇങ്ങനെ ഒച്ചില്ലാതെ ഒന്ന് നിക്കല്ലേ ചേട്ടത്തി. സത്യത്തിൽ ചേട്ടത്തിക്ക് കൂടോത്രം വല്ലതും ഉണ്ടോ? കൂടോത്രം? ആ മലേഷ്യൻ കൂടോത്രം. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. കൊല്ലം കുറെ ആയി വന്നിട്ട് വല്ലതും അറിയാമെങ്കിൽ തന്നെ ഇപ്പൊ അതൊക്കെ മറന്നു പോയില്ലേ. എന്നാലും ഇത്രയെങ്കിലും ഓർക്കാതിരിക്കോ? ആണെന്റെ ഓർമ്മ എന്ന് പറയുന്നത് അതൊക്കെയല്ലേ കാണുള്ളൂ. നൊസ്റ്റാലിയ വന്നാ ഇവിടെ വന്നേ പിന്നെ അങ്ങോട്ട് പോണോ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടിപ്പൊ എന്നാത്തിനാ? പഴയ സ്ഥലമൊക്കെ കാണാലോ. തിരിഞ്ഞു നോക്കാത്ത മക്കളും ചേട്ടത്തേക്ക് മേടിക്കണ്ട, ഫുൾ ഫ്രീഡം. കൊള്ളാത്തീന്ന് കുറച്ച് സ്ഥലം എടുത്ത് വിൽക്കുക, ബാക്കി കാശ് കൊണ്ട് മലേഷ്യക്ക് പറക്കുക. അവിടെ ചെല്ലുമ്പോ പഴയ പരിചയക്കാരൊക്കെ ഓ മൈ ഡിയർ ബ്ലാത്തീന്ന് വിളിച്ചോണ്ടൊരു കാണുമ്പോ. അതെന്റെ പേരാന്നാണോ കരുതിയേക്കുന്നേ? എടാ പൊണ്ണ, നാട്ടുകാർ അവരുടെ നാക്കിന് വഴങ്ങുന്നൊരു പേരിട്ടതല്ലേ. മലേഷ്യക്കാരി ആദ്യം മലാത്തിക്കാരിയായി, പിന്നെ അത് മ്ലാത്തിയായി. അപ്പൊ ചേട്ടത്തിയുടെ ശരിക്കും പേരനായിരുന്നു? ചേട്ടത്തി ചേട്ടത്തിയ
ஆள் பார்க்கும்போதே தெரிஞ்சிச்சு மலையாள மாதிரி. சரி மலாய். Smile. Ready? இவங்க தானே? ശമ്പളം എഴുതി വെച്ചാൽ മാത്രം മതിയോടാ. അത് തരുന്നതിനെ കണ്ടാലറിയണ്ടേ? അയ്യോ ഇത്തവണ ചൊപ്പൻ ചേട്ടായി. ഇപ്പൊ അങ്ങനെയുണ്ട്. ഈ കാണുന്ന പരുവത്തിൽ തന്നെയുണ്ട്. അമ്മച്ചി അതല്ല. കുഴി വെട്ടാറായെന്നാണോ? ആവുമ്പോ ഇവിടുന്ന് ആരേലും കമ്പി അടിക്കും. അതന്വേഷിക്കാൻ ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട. പിയൂസ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞുണ്ട്. ആ രവിച്ചേട്ടായി കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു. അപ്പന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടാ നീ ഒന്ന് പുറത്തോട്ട് വന്നേ. അവൻ ഇവിടെ തന്നെ നിൽക്കും. അല്ലെ ഞാൻ കാപ്പി എടുക്കും. കാപ്പിയൊക്കെ അവൻ പോണ വഴി കുടിച്ചോളൂ. യോപ്പം വന്ന കാര്യം പറയാമെന്നോ? അമ്മച്ചി അതെന്നാന്ന് വെച്ചാ കാണാതായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ മരിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കാന്നാ നിയമം. പേരിന് കാര്യം പറഞ്ഞൊന്ന് ഗസറ്റി കൊടുക്കണം. ഒരു മാസം കഴിഞ്ഞ രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാവില്ല. ഈ വീടിന്റെയും സ്ഥലത്തിന്റെയൊക്കെ അപ്പന്റെ വേറെ വീട്ടുകാരെ വല്ലതും അന്വേഷിച്ച് പിടിച്ചിരുന്ന കാര്യം നടത്തണം രവിച്ചേട്ടായി പറയുന്നത്. ഈ വീടും സ്ഥലവും കുര്യച്ചൻ എന്റെ പേര് ബില്ലെഴുതിയതാ. അതൊക്കെ അതെ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ലീഗൽ ഹെയർ ഒബ്ജക്ഷനെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി കേസിൽ കിടന്നു പോയാലോ? കൈമാറ്റത്തിന് ഡിലേ വന്നാലും പ്രശ്നമല്ലേ? യോപ്പ ഇവിടുത്തെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അമ്മച്ചി എഴുതി തീരുമാനിച്ചിട്ടുണ്ട്. മക്കള് രണ്ടും സ്വന്തം കാര്യം നോക്കി ബോംബെയിലോ ഗൾഫിലോ എവിടാന്ന് വെച്ചാ പോയി കേടാ. ഇനി കുഴിവെട്ടിന്റെ കമ്പി വരുമ്പോ പോലും തിരക്കാണേ പറയണം. ചേട്ടാ നീ എന്നെ കരുതിയേക്കുന്നേ? ഞാൻ മനഃപൂർവ്വം ഉണ്ടാകാത്ത തന്തയോടൊപ്പം കഴിഞ്ഞതിന്റെ മൂച്ച് അതേപടി ഇട്ടിട്ടുണ്ട് അമ്മച്ചിക്ക്. ചേട്ടാ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ മല കിടന്ന് എന്തോ പോയിന്റ്. കഴിഞ്ഞ ദിവസം തലറങ്ങിയപ്പോ തന്നെ ടെൻഷൻ ആയിപ്പോയി. ആയില്ലേ? അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ലെവലായി. ഇനി കറങ്ങുമ്പോ ലെവലായില്ലെങ്കിലോ? പക്ഷെ ചേട്ടാ ഞാൻ പറഞ്ഞു എടാ ഒരു മയത്തിന് മതി. വാ ഇനി ഞങ്ങളോട് നിൽക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട. ടൗണിൽ വീട് വല്ലതും എടുത്തു കൊടുത്തേക്കാം. അവിടെ നിന്നോട്ടെ. അല്ല വേണ്ട. ഇരിക്കട്ടാ.